All are welcome to Comrade Media CLP English Learning Program. During the previous episode, we are discussing phrasal verbs, important phrasal verbs. Another important phrasal verb is give. Give നൽകുക എല്ലാവർക്കും അറിയാം. പക്ഷെ ഗിവ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മീനിങ് മാറി, ഉപേക്ഷിക്കുകയാണ്. At last the government was forced to give up the new project. At last the government was forced to, because of the due to the strong opposition of the opposition party, the government was, simple sentence മതി, നമുക്ക് അത്ര ലോജിക്കൊന്നും വേണ്ട, നമുക്ക് എക്സാമിന് എഴുതത്തക്കോണം, ചെറിയ സെൻറ്റൻസ് ആകുമ്പോൾ ഓർത്തിരിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ at last the government was forced to give up the new project. The doctor advised him to give up smoking habit. The doctor advised the old man to give up his smoking habit. അത് ഗിവ് അപ്പ് എന്ന് പറയാം. ഇനി ഗിവ് ഇൻ എന്ന് പറയുകയാണെങ്കിൽ, ഗിവിൻ്റെ കൂടെ ഇന്ന് വരുമ്പോൾ നൽകുന്ന മീനിങ്ങല്ല. ഗിവ് ഇൻ എന്ന് പറയുമ്പോൾ yield, yield, സക്കം, കീഴടങ്ങുക, കീഴടങ്ങുക. After 2 days fierce war, the enemy soldiers gave in. At the end of the second day of the war, the enemy soldiers gave in. Gave in means yielded. Giving, yield ചെയ്യുക, gave in. Give way, give away, W-A-Y. Give way എന്ന് പറഞ്ഞാൽ, ഗിവിൻ്റെ ആദ്യം പ്രിപ്പോസിഷൻ മാറ്റി വരിക. ഗിവ് വേ എന്ന് പറഞ്ഞ മീനിങ് നശിച്ചു പോവുക, ഇല്ലാതാകുക, ഫെയിലാകുക, പരാജയപ്പെടുക. പ്രത്യേകിച്ചും ഈ ക്ഷമ നശിക്കുക എന്നൊക്കെ പറഞ്ഞതിന്, at last my patience gave way. During the dispute, my patience gave way at last. My patience gave way. And the Shema Nashichu, my patience failed. Towards the end of the dispute, my patience gave way, and I began to shout. My patience gave way. Shema Nashichu, what I can. In give away, distribute ചെയ്യുക. At the end of the public meeting, the collector gave away prizes to the winners of the competition. At the end of the public meeting, the district collector gave away the prizes to the winners of the competition. The winners എന്ന് മാത്രമായാലും കോമ്പറ്റീഷൻ ആണല്ലോ വിന്നർ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ കോമ്പറ്റീഷൻ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, എപ്പോഴും ബ്രീഫായിരിക്കട്ടെ. ഗേവ് എവേ, the collector gave away the prizes to winners. ഇത്രയും എഴുതിയാലും നമുക്ക് മനസ്സ് കിട്ടാതെ എഴുതിയാലും മാർക്ക് കിട്ടും. ഗേവ് എവേ ദ പ്രൈസസ്. അപ്പോൾ ബ്രീഫായിട്ട് സെൻസ് ചെയ്യാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാം, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അടുത്ത സംഗതി ലുക്കിൻ്റെ. ലുക്ക് ആഫ്റ്റർ, ലുക്ക് നോക്കുകയാണ്, നമുക്കൊക്കെ അറിയാം. ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുകയാണ്, സംരക്ഷിക്കുക. All of us have to look after our aged parents. Aged parents. Aged എന്ന് പ്രയോഗിക്കണം, മലയാളത്തിൽ സാധാരണ നമുക്കറിയില്ല. ഏജ്ഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എന്നാണ് പറയേണ്ടത്. നമ്മൾ മലയാളം ഉണ്ടാക്കിയത് മിക്സഡ് കോളേജ്, മിക്സഡ് കോളേജ്. മിക്സ്ഡ്, ഫിക്സ്ഡ് എന്നാണ് പറയേണ്ടതെന്നാണ് പറയുന്നത്. ഈ പറയുന്നത് ഞാനും പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ മിക്സഡ് കോളേജ് എന്നും ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടികളാകുമ്പോൾ അവരിപ്പോഴേ പറഞ്ഞു പഠിച്ച ഈ തെറ്റുള്ള ഉച്ചാരണം ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് we have to look after our aged parents. All parents look after their children. All parents look after their children. അവരവരുടെ their own children, അവരവരുടെ കുഞ്ഞുങ്ങളെ വളരെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. ഇനി ലുക്ക് ഫോർ എന്നൊരു വേർഡ്.
he was searching, തിരയുക. He was looking for the meaning of a new word in the dictionary. He was looking for the meaning of a new word in the dictionary. Diction എന്ന വാക്കിൽ നിന്നാണ് ഡിക്ഷണറി വന്നത്. DICTION ഡിക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം. ചോയ്സ് ഓഫ് വേർഡ്സ് തിരഞ്ഞെടുത്ത കുറേ വാക്കുകളൊക്കെ അടിക്കും. അതിൻ്റെ മീനിങ് പറയുന്നത് ആ പുസ്തകത്തിന് നമ്മൾ ഡിക്ഷൻ ARY കൊടുത്ത് ഡിക്ഷണറി എന്ന് നമ്മൾ പറയും. ഡിക്ഷണറി എന്നല്ലേ എഴുതുന്നത്, ഡിക്ഷൻ എന്ന ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്, വൊക്കാബുലറി. ഇനി ലുക്ക് ഡൗൺ അപ്പോൺ ആണ്. രണ്ട് പ്രൊപ്പോസിഷൻ. ലുക്ക് ഡൗൺ അപ്പോൺ തരം താഴ്ത്തി കാണുക. സം റിച്ച് പീപ്പിൾ ലുക്ക് ഡൗൺ അപ്പോൺ ദ പുവർ ഫെലോസ്. പുവർ പീപ്പിൾ. സം റിച്ച് പീപ്പിൾ, എല്ലാവരും ഇല്ല. ഓൾ റിച്ച് പീപ്പിൾ ആർ നോട്ട് ഹാർട്ട്ലെസ്. പണം ഉണ്ടായിപ്പോയെന്ന് വിചാരിച്ച ഒരു ഹൃദയശൂന്യനാവണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില പാവപ്പെട്ടവർ ദുഷ്ട മനസ്സുള്ളവർ കാണും. പക്ഷേ സം റിച്ച് പീപ്പിൾ, വെരി ഫ്യൂ, സം റിച്ച് പീപ്പിൾ ലുക്ക് ഡൗൺ അപ്പോൺ ദി പുവർ co-beings, poor fellow beings. Some rich people look down upon the poor people. ഇനി ലുക്ക് ഫോർവേഡ് ടു ആണ് ഒരു പ്രത്യേകത. ഈ ലുക്ക് ഫോർവേഡ് ടു മീൻസ് ഈഗർലി വെയിറ്റ് ഫോർ, ആകാംക്ഷയോടെ കാത്തിരിക്കുക. We are looking forward to the publication of the result. We are simple. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങൾ ആകാംക്ഷ കാത്തിരിക്കുക. We are looking forward to the publication of noun ആണ് വരുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ടു കഴിഞ്ഞ് noun ചേർക്കുക, അല്ലെങ്കിൽ IN ചേർത്ത് വെർബൽ noun ചേർക്കുക. We are looking forward to the coming of my uncle, our uncle. We are looking forward to the coming of our uncle, or the publication of we are looking forward to the publication of our result. Look forward to, look down upon, look after. ഇത്രയും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. That's all today. We will be meeting in the next episode with some more phrasal verbs. Thank you all for listening to me so far.